ശ്രീ എ ജി ജോർജ്, ഇതിലിപ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമുക്കറിയുന്നത് പോലെ മുഖ്യമന്ത്രി ഇപ്പോൾ വിദേശത്തേക്ക് ചികിത്സയ്ക്ക് പോകുമ്പോൾ ഈ ഒരു സമയം അത് വലിയ രീതിയിൽ വിവാദമാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഒരു സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ സർക്കാർ സംവിധാനത്തിൻ്റെയോ ഒരു അനാസ്ഥയുടെ ഇര ഉണ്ടായിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ. കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ ദാരുണമായ സംഭവം നടന്ന് 24 മണിക്കൂർ തികയും മുൻപാണ് ഇത്തരത്തിലുള്ള ഒരു വാർത്തയും വരുന്നത്, മുഖ്യമന്ത്രി പോകുന്നു എന്നുള്ള കാര്യം. ആ വിഷയത്തിൽ ഇതുവരെയും ഒരു പ്രതികരണവും, മുഖ്യമന്ത്രി അവിടെ സന്ദർശിച്ചെങ്കിൽ പോലും ഒരു പ്രതികരണമോ അല്ലെങ്കിൽ ആ കുടുംബത്തെ കാണുക അങ്ങനത്തെ യാതൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്നുള്ളത്, ഇത്രയും ഈ ഗവൺമെൻറ് അല്ലെങ്കിൽ സർക്കാർ പറയുന്ന അനുസരിച്ചാണെങ്കിൽ കൂടുതൽ ആളുകൾ ഇപ്പോൾ ഈ സർക്കാർ ആശുപത്രികളിലേക്ക് വരുന്നു എന്നൊക്കെ പറയുമ്പോൾ, പക്ഷേ മുഖ്യമന്ത്രിയുടെ ചികിത്സയെല്ലാം അങ്ങ് വിദേശത്താണ് എന്നുള്ള കാര്യം കൂടി ഉണ്ടല്ലോ ഇതിൽ. അല്ല, ഇതിനകത്ത് കാണേണ്ടതായ ഒരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പ്രതിഷേധത്തിന്റെ അഗ്നി കത്തിയെരിയുമ്പോൾ ഏതാണ്ട് ഒരു സുഖവാസത്തിന് തുല്യമായിട്ടുള്ള ആശുപത്രി ചികിത്സ എന്ന പേരിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി അതെല്ലാം അവഗണിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ പൊതുഖജനാവിൽ നിന്ന് ചെലവഴിച്ച് അമേരിക്കയിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് മനസാക്ഷിയുള്ള ആർക്കും യോജിച്ചതാണെന്ന് തോന്നുന്നില്ല. അദ്ദേഹത്തിന് രോഗമുണ്ടെങ്കിൽ ചികിത്സിക്കണം, തീർച്ചയായും സംശയം വേണ്ട. 3 കോടിയിലപ്പുറം ജനങ്ങളുള്ള ഈ കൊച്ചു സംസ്ഥാനത്ത് ഇപ്പോൾ ഈ ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും ആവർത്തിച്ച് അവകാശപ്പെടുന്ന ഒന്നുണ്ടല്ലോ, കേരളം നമ്പർ 1. അങ്ങനെയുള്ള ഒരു കേരള സംസ്ഥാനത്ത് ഇത്രയധികം ചികിത്സാ സൗകര്യങ്ങൾ ഉണ്ട് എന്ന് ഗവൺമെന്റ് തന്നെ സ്വയം അവകാശപ്പെടുമ്പോൾ ആ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി നികുതിദായകന്റെ ലക്ഷക്കണക്കിന് രൂപ പൊതുഖജനാവിൽ നിന്ന് ആവർത്തിച്ച് ചെലവഴിച്ചുകൊണ്ട് അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോവുക എന്ന് പറയുന്നത് മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് പറയേണ്ടതില്ല. ഇത് എത്ര ദയനീയമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം പോകാൻ പോയത്. ഉമ്മൻചാണ്ടി പോലും മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഒരിക്കൽ അദ്ദേഹത്തെ വിദേശത്തേക്ക് ചികിത്സയ്ക്കായി അയക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല, വിദേശത്ത് പോകാൻ എനിക്ക് താല്പര്യമില്ല, ഞാൻ ഈ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സയ്ക്ക് വിധേയനാകാൻ തയ്യാറാണ് എന്ന ഒരു പാരമ്പര്യമുള്ള സംസ്ഥാനത്താണ് ഇപ്പോൾ എത്രാമത്തെ വട്ടമാണ് ഈ മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോകുന്നത്. നമ്മൾ കണ്ടല്ലോ, അദ്ദേഹത്തിന്റെ പരിവാരങ്ങൾ, അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയും അദ്ദേഹത്തിന്റെ സ്വകാര്യ സെക്രട്ടറിമാരും ഒക്കെ ചേർന്ന ഒരു സംഘമാണ് ഈ അമേരിക്കയിലേക്ക് പോകുന്നത്. അവിടെ ചെലവഴിക്കുന്ന പണം മുഴുവൻ നമ്മുടെ ഖജനാവിൽ നിന്നാണ്. അപ്പൊ ഇത്രയും ധാർഷ്ട്യത്തോടെയും ധിക്കാരത്തോടെയും പൊതുജനങ്ങളെ മുഴുവൻ ഒരുതരം വിഡ്ഢികളാക്കിക്കൊണ്ട് ഈ തരം വിദേശ ചികിത്സ എന്ന പേരിൽ ഈ യാത്ര നടത്തുന്നത് ഒരിക്കലും നമുക്ക് വകവെച്ചു കൊടുക്കാനായി സാധ്യമല്ല. എനിക്ക് ഇവിടെ ഇപ്പൊ പറയാനായിട്ടുള്ള ഒരു പ്രധാന കാര്യം, ഈ കഴിഞ്ഞ 9 വർഷമായി പിണറായി സർക്കാരിനോടൊപ്പം പ്രവർത്തിച്ച മന്ത്രിമാർ ചികിത്സ ഇനത്തിൽ പൊതു ഖജനാവിൽ നിന്ന് ചെലവഴിച്ച പണത്തെ സംബന്ധിച്ച് ഒരു ധവളപത്രം പുറത്താക്കണം, ഒരു വൈറ്റ് പേപ്പർ പുറപ്പെടുവിക്കണം. ഈ പാവപ്പെട്ട ആളുകൾ അറിയട്ടെ എത്ര സങ്കടകരമായ രംഗമാണ് അല്പനിമിഷം മുമ്പ് നിങ്ങളുടെ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടത്. വെറും 350 രൂപയ്ക്ക്, കേട്ടാൽ നമ്മൾ ഭയന്നു പോകും, അല്ലെങ്കിൽ സങ്കടം വരും. വെറും 350 രൂപ ദിവസ വേതനത്തിൽ ഒരു തുണിക്കടയിൽ ജോലി ചെയ്ത് കുടുംബം പുലർത്തിയ ഒരു പാവപ്പെട്ട ഒരു കുടുംബിനിയാണ് ഈ പറയുന്ന ബിന്ദു ഇന്നലെ അപകടത്തിൽ മരിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കണം, ആ ഒരു സ്ത്രീ ഒരു കുടുംബം പുലർത്താൻ ഇന്ന് ലോകത്തൊരിടത്തും കേട്ടിട്ടില്ലാത്ത കൂലി വാങ്ങിച്ചുകൊണ്ടാണ്. 350 രൂപ കൂലി. ഇന്ന് ഒരു സാധാരണ കൃഷിക്കാരനായ ബംഗാളി അന്യസംസ്ഥാന തൊഴിലാളി ഇവിടെ വന്ന് എന്തെങ്കിലും കാട്ടിക്കൂട്ടി പോയാൽ 1200 രൂപയാണ് അവന്റെ ഒരു ദിവസത്തെ വേതനം. ആ ഒരു സന്ദർഭത്തിലാണ് നമ്മളിവിടെ ആശാ വർക്കർമാരുടെ വേതനത്തെ കുറിച്ചൊക്കെ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതിനേക്കാൾ ദയനീയമായ ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീക്കുണ്ടായ ആ അപകടം, മരണം കണ്ണിൽ കണ്ടുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇതാ കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് അദ്ദേഹം ദുബായ് വിമാനത്താവളം വഴി അമേരിക്കയിലേക്ക് പറങ്ങുന്നു. ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം ഇന്നലെ അവിടെ പോയി ഒരു സന്ദർശന നാടകം നടത്തിയല്ലോ. 5 പൈസ ആ കുടുംബത്തിന് കൊടുക്കാനായിട്ട് എന്തെങ്കിലും തീരുമാനമെടുത്തോ? ഒരു നിമിഷം കൊണ്ട് എടുക്കാവുന്ന ഒരു തീരുമാനമല്ലേ? താൽക്കാലിക സഹായമായ ആ കുടുംബത്തിന് 10 ലക്ഷം രൂപ ഞങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നുവെന്ന് ഈ ആരോഗ്യമന്ത്രിയോ അദ്ദേഹത്തോടൊപ്പം ഈ പറയുന്ന ന്യായീകരണ തൊഴിലാളിയായി വന്ന കോട്ടയത്തെ VN വാസുമൻ എന്ന മന്ത്രിയോ ഇതുവരെ നമാശിബാവുന്ന ലക്ഷണം പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഇത്രയും ധാർഷ്ട്യത്തോട് ധിക്കാരത്തോടുകൂടെ പൊതുഖജനാവിന്റെ പണം ചെലവഴിക്കുന്നത് ഒരു കാലത്തും ഈ കേരളത്തിലെ പൊതുസമൂഹം അംഗീകരിച്ചു കൊടുക്കുകയില്ല. പ്രതിഷേധം ആളിക്കത്തിക്കൊണ്ടിരിക്കും. ഇദ്ദേഹം മുഴുവൻ ഇത് കുടുംബസ്വത്ത് പോലെ കേരളത്തെ കൊണ്ടുപോവുകയാണ് ഈ മുഖ്യമന്ത്രി.
ഒരു നിമിഷം പോലും അദ്ദേഹത്തിന് ഇങ്ങനെ ധൂർത്തടിക്കാനുള്ള അവകാശം കേരളത്തിലെ പൊതുസമൂഹം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം ഈ കഴിഞ്ഞ 9.5 വർഷമായി വിദേശ ചികിത്സയ്ക്കായിട്ട് ചെലവഴിച്ച പണത്തെ സംബന്ധിച്ചുള്ള കണക്ക് പുറത്തുവിടണം. കൂടെയുള്ള 20 മന്ത്രിമാരും ഓരോരുത്തരുടെയൊക്കെ കണ്ണടയ്ക്കൊക്കെ 40,000 രൂപ 50,000 രൂപയൊക്കെയുള്ള കണ്ണടയാണ് നമ്മുടെ മന്ത്രിമാരൊക്കെ ധരിച്ചുകൊണ്ട് ഇങ്ങനെ കൊടിവെച്ച കാറിൽ തെക്ക് മുതൽ വടക്കോട്ടായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ക്രൂരമായ മനുഷ്യത്വരഹിതമായ ഒരു നടപടിയാണ്. ഈ സമയത്ത് അദ്ദേഹത്തിന് രോഗമുണ്ടെങ്കിൽ അദ്ദേഹം ചികിത്സിക്കണം, അതിന് യാതൊരു തർക്കവുമില്ല. അദ്ദേഹം ചികിത്സിച്ച് ഭേദമാകട്ടെ എന്ന് ഞാനും കൂടി പ്രാർത്ഥിക്കുന്നു. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ അല്പം കൂടെ മനുഷ്യത്വപരമായ ഒരു സമീപനം സ്വീകരിക്കണം. ഇത് പരോക്ഷമായി കേരളത്തിലും ഇന്ത്യയിലും ചികിത്സാ സൗകര്യങ്ങൾ ഇല്ല എന്നതിന്റെ സൂചന കൂടിയല്ലേ ഇദ്ദേഹം കേരളത്തെയും ഇന്ത്യയെയും വിട്ടുകൊണ്ട് അദ്ദേഹം അമേരിക്കയിലേക്ക് പോട്ടെ. ഞാനൊന്നുകൂടെ ചോദിച്ചോട്ടെ, ഇന്ത്യയിലെ വളരെ പ്രശസ്തമായ 1ാം നമ്പർ സ്ഥാപനമാണല്ലോ ഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, അവിടെ പോയി ചികിത്സിക്കട്ടെ. അല്ലെങ്കിൽ അദ്ദേഹം ബോംബെ ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ പോകട്ടെ. ആരും ഇത്രയും വിമർശനം ഉന്നയിക്കത്തില്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് എത്ര ലളിതമായിട്ടാണ് ഈ 12 മണിക്കൂർ കൊണ്ടാണ് അദ്ദേഹം തീരുമാനമെടുത്തത്. ഇന്നലെ കോട്ടയത്ത് പോയി മടങ്ങി വന്ന ഇതാ വൈകുന്നേരമാകുമ്പോൾ രാത്രിയാകുമ്പോൾ അദ്ദേഹം ദുബായിലേക്ക് പറക്കുകയാണ്. എന്തൊരു മനുഷ്യത്വരഹിതമായ ക്രൂരമായ ഒരു സമീപനമാണ്. അതിനെക്കുറിച്ചൊന്നും ഇവിടുത്തെ ഈ സഹാക്കൾക്കും വാഴ്ത്തുപാട്ടുകാർക്കും ഒന്നും പറയാനില്ല. എനിക്ക് തോന്നുന്നു സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ ജീവനക്കാർ ഉടനടി ഒരു സമ്മേളനം കൂടി ഇദ്ദേഹത്തിന്റെ അമേരിക്കൻ വിദേശയാത്രയ്ക്ക് മംഗളകാലം രചിച്ചുകൊണ്ട് ഒരു തിരുവാതിരയോ വല്ലതും നടത്തിയാൽ ഏറ്റവും നന്നായിരിക്കും. അതിനുള്ള ക്രമീകരണം കൂടി ചെയ്തിട്ട് വേണം അദ്ദേഹം പോകാൻ. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, അദ്ദേഹം ഇപ്പോൾ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം ആരെയും ഏൽപ്പിക്കുന്നില്ല. കാരണം ആകാശമാർഗം സാറ്റലൈറ്റ് മാർഗം ഇപ്പോൾ സ്പേസ് യുഗമാണല്ലോ. അതുകൊണ്ട് അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് ഫയലുകൾ ഒപ്പിടാം. വേണമെന്നുണ്ടെങ്കിൽ വീണ ജോർജിന് ആവശ്യമായിട്ടുള്ള പിന്തുണ നൽകിക്കൊണ്ടുള്ള പ്രസ്താവനകൾ ഇറക്കാം. അതിനെല്ലാ സൗകര്യങ്ങൾ ഓൺലൈനിലുള്ളത് കൊണ്ട് അദ്ദേഹം സ്വന്തം മരുമോനെ പോലും വിശ്വാസത്തിലെടുക്കാതെ ചാർജ് കൊടുക്കാതെയാണല്ലോ അദ്ദേഹം പറന്നു പോകുന്നത്. അപ്പോൾ കേരളത്തിലെ ജനങ്ങളെ ഇങ്ങനെ വെല്ലുവിളിക്കുന്ന ഈ തരത്തിൽ വളരെ ദുഃഖിപ്പിക്കുന്ന മനുഷ്യത്വരഹിതമായ ക്രൂരമായ സമീപനമുള്ള ഒരു മുഖ്യമന്ത്രി കേരളത്തിന് ഒരു കാരണവശാലും വെച്ചുപൊറിപ്പിക്കാവുന്നതല്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ 9 വർഷം കേരളത്തിലെ മന്ത്രിസഭയിലുള്ള ആളുകൾ പൊതു ഖജനാവിൽ നിന്ന് വിദേശയാത്രയ്ക്കും അവരുടെ ചികിത്സയ്ക്കുമായി ചെലവഴിച്ച പണത്തെക്കുറിച്ച് അടിയന്തരമായി ഒരു ധവളപത്രം പുറപ്പെടുവിക്കണം. ഭരണ വിദഗ്ധനായ സാമ്പത്തിക വിദഗ്ധനായ ഡോക്ടർ KM അബ്രഹാം ഒക്കെ അദ്ദേഹത്തിന്റെ കാൽക്കീഴിലുണ്ടല്ലോ. അദ്ദേഹത്തോട് പറയണം, അറിയിക്കണം, പൊതുസമൂഹത്തെ അറിയിക്കണം. എന്തിനാണ് ഈ ഒളിച്ചുകളി? എന്തിനാണ് ഈ ഒളിച്ചുവെപ്പ്? ഇവിടെ നമ്മൾ കണ്ട ആളുകളോ വീണ ജോർജും വാസവനും കള്ളത്തരങ്ങൾ പറഞ്ഞ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച ഒരു പാവപ്പെട്ട വീട്ടമ്മയെ കൊല ചെയ്തത്. അപ്പൊ ഒളിച്ചു കളിക്കൊന്നും ഈ പരിപാടി മുന്നോട്ട് പോകാൻ ഒക്കില്ല. ജനന്താ ശക്തമായ പ്രതിഷേധത്തിലാണ്. അത് മുഖ്യമന്ത്രി പറഞ്ഞാലും മുഖ്യമന്ത്രി ഇരുന്നാലും പൊതുസമൂഹത്തിന്റെ പ്രതിഷേധം ശക്തമായി ആഞ്ഞടിച്ചുകൊണ്ടേയിരിക്കും. അതിൻ്റെതായിട്ടുള്ള തീജ്വാലയിൽ പലരും ഇവിടെ കരിഞ്ഞു വീഴാനുള്ള സാധ്യത ഉണ്ട്. അദ്ദേഹം കഴുകനാണ്, കപ്പിത്താനാണ്, സൂര്യനാണ് എന്നൊക്കെ പറഞ്ഞ് വാഴ്ത്തുപാട്ട് പാടുന്നവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമേരിക്കൻ യാത്രയ്ക്ക് ഒരു മംഗളകാലം കൂടി അടിയന്തരമായി സൃഷ്ടിച്ച് പറ്റുമെന്നുണ്ടെങ്കിൽ ഓഫീസ് സമയത്ത് തന്നെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരു തിരുവാതിരയോ ഒരു കൈകൊട്ടിക്കളിയോ നടത്തണമെന്നാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത്. വളരെ നന്ദി ശ്രീ AG ജോർജ് പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.